സമാധാനായി. വല്യുവിനൊന്നും സംഭവിച്ചില്ലല്ലോ. വന്ന് നേരിട്ട് കാണുന്നതുവരെ ഒരു സമാധാനം ഇല്ലായിരുന്നു. കള്ളൻ 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 നിക്കടാ നിക്ക ഇവിടെ നിക്കടാ നിക്കടാ എന്താ ഇവിടെ? നിർത്ത. ഇത്രയും സെക്യൂരിറ്റിക്കാരും സ്റ്റാഫും ഉള്ള വീട്ടിൽ കള്ളം കേറിയെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ ജോലി ഇവിടെ? ഇവന്മാർക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടായിരിക്കും തൃച്ചംബരത്ത് മോഷ്ടിക്കാൻ കയറിയത്? കൊടുക്കവന്മാർക്കടി. ഇവന്മാർക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടായിരിക്കും തൃച്ചംബരത്ത് മോഷ്ടിക്കാൻ കയറിയത്? കൊടുക്കവന്മാർക്കടി. നിർത്ത്. ഇതൊക്കെ വീട്ടിലെ അടുക്കള സാധനങ്ങളാണല്ലോ. ഇതൊക്കെ മോഷ്ടിക്കാനായിട്ടാണോ നീയൊക്കെ ഇവിടെ വന്ന് കയറിയത്? ക്ഷമിക്കണം മാഡം, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ല, ഇവിടെ ഉള്ള ഒരാൾക്ക് വേണ്ടി ചെയ്തതാ. ഞങ്ങളെ വെറുതെ വിടണം. ചേച്ചി, ഇത് കേട്ടില്ലേ? ഇതെല്ലാം ഇവളുടെ വേലയാ. മോഷണം. എടി, നിനക്ക് കിട്ടുന്ന കാശ് ഒന്നിനും തികയുന്നില്ലെങ്കിലേ അന്തസ്സായിട്ട് ശമ്പളം കൂട്ടി ചോദിക്കണം. അല്ലാതെ ഇതുപോലെ രാത്രി കള്ളന്മാരെ ഇറക്കി മോഷ്ടിക്കുന്ന തറ പരിപാടി കാണിക്കരുത്. അല്ലെങ്കിലും 40,000-ന്റെയും 50,000-ന്റെയും ഒക്കെ സാരികൾ ചുറ്റിക്കൊണ്ട് നടന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ മോഷണമായിരുന്നു പരിപാടിയെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അയ്യോ മാഡം, ഞാനിതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ ഇങ്ങനെയുള്ള ഒരു ദ്രോഹം ചെയ്യില്ല മാഡം, എന്നെ വിശ്വസിക്കണം. ഇല്ല, നിന്നെ പോലെ നല്ല മനസ്സുള്ള പെൺകുട്ടികളില്ലെന്ന് ഞാൻ പറഞ്ഞതിനെ അഡ്വാൻറ്റേജ് ആയി എടുത്തിട്ട് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അമ്മേ, കല്യാണി. വേണ്ട, നീയൊന്നും ഒരു ന്യായവും പറയണമെന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ. മാഡം, എന്നെ ഇങ്ങനെ സംശയിക്കരുത്. ഇതിനേക്കാൾ എന്നെ അങ്ങ് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതാ ഭേദം. മതി, നിർത്ത. ദാസേട്ടന്റെ മോളാണ് നീയെന്ന് പറയാൻ പോലും എനിക്കിപ്പോ ലജ്ജ തോന്നുന്നു. ഇനി ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടേക്കരുത്. ഇറങ്ങി പോ, പുറത്ത് പോകാൻ.
കല്യാണി നിക്ക്. ഇതല്ലേ വിലാസിനി നീ കാണാൻ ആഗ്രഹിച്ചത്? ചേച്ചി മതി, നിന്റെ ആഗ്രഹം ഞാനങ്ങ് തീർത്തു തന്നതാ. കല്യാണി, ഇത്രയും തരംതാണ പരിപാടിയൊന്നും ദാസേട്ടന്റെ മോള് കല്യാണി ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഈ രക്തത്തിൽ ചതിയും വഞ്ചനയും ഒരിക്കലും ഉണ്ടാവില്ല. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ തന്നെ ഇപ്പൊ തെളിയിച്ചുതരാം. സെക്യൂരിറ്റി, അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ വയറ് നിറച്ച് കൊടുത്തിട്ട് ചോദിക്ക് ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. അതിനിടയിൽ ഒരുത്തൻ ചത്താലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ നോക്കിക്കോളാം. തുടങ്ങിക്കോ. അയ്യോ തലല്ലേ, സത്യം പറയാം. ഞാൻ പറയാം. മതി, പറ. ഈ നിൽക്കുന്ന സ്ത്രീയാ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. പുറകിലത്തെ ഡോറ് തുറന്നു നിന്നതും ഇവര് തന്നെയാ. സ്വന്തം വീട്ടിൽ കയറി മോഷ്ടിക്കാൻ നാണമില്ലടി നിനക്ക്? പിഴച്ച ജന്മം. ഇത് പുറത്തറിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ അന്തസ് എന്താവും? എന്തിനു വേണ്ടിയാടി നീ ഈ തരംതാണ പരിപാടി കാണിച്ചത്? എടി എന്തിനാണെന്നും. ചേച്ചി ക്ഷമിക്കണം, ഇതെനിക്ക് വേണ്ടിയല്ല ചെയ്തത്, ജയന്തിക്ക് വേണ്ടിയാ ചെയ്ത്. നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്താടി, കല്യാണം കഴിഞ്ഞതോടെ നിന്റെ നാവൊക്കെ അങ്ങ് വിഴുങ്ങിപ്പോയോ? ഈ പാതിരാത്രിക്ക് എന്നെ കണ്ടേ പറ്റൂന്ന് പറഞ്ഞ് നിലവിളിച്ച് ഈ വഴിയിൽ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന്? സഹദേവേട്ടൻ ടൂറ് കഴിഞ്ഞ് എത്തുന്നതിന് മുൻപ് എനിക്ക് തിരിച്ചു ചെല്ലേണ്ടതാ. നീ കാര്യം പറ. പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ നാട് വിട്ടു പോവാൻ പോവാ. എന്നെ ഇനി അന്വേഷിക്കരുത്. നാട് വിടാനോ എന്ന് പറഞ്ഞ? രാജീവ് എവിടെ? നീ ഇത് എന്തൊക്കെ മനസ്സിൽ കണ്ടിട്ടാ സംസാരിക്കുന്നെ? മനസ്സിൽ കണ്ടിരിക്കുന്നത് ഏതെങ്കിലും റെയിൽപാളത്തിൽ തലവെക്കാനാ, അല്ലെങ്കിൽ കടലിൽ ചാടാൻ. ജയന്തി, പറയുന്നത് തമാശയല്ല, കഴിക്കുന്ന സത്യം. കല്യാണിയെ പോലെ ഞാനും ഒരു നാട്ടിൻപുറത്തുനിന്ന് വന്ന പെണ്ണാ. തൃച്ചംബരത്ത് വന്ന ശേഷമാ എനിക്ക് ഒരുപാട് അതിമോഹങ്ങൾ ഉണ്ടായത്. അതെല്ലാം എന്റെ ഉള്ളിൽ വിത്തിട്ട് നനച്ചു വളർത്തിയത് ആന്റിയാ. അതുകൊണ്ടിപ്പോ എന്തു പറ്റി? പഴയതുകൾ പാറ്റിപ്പെറുക്കാനാണോ ഈ അസമയത്ത്? നോക്ക്, നിനക്കിപ്പോ എന്താ പ്രശ്നം അത് പറ. ജയന്തിക്ക് എന്നും ഒരു പ്രശ്നമേ ഉള്ളൂ, വിശപ്പ്. തൃച്ചംബരത്തുണ്ടായിരുന്നപ്പോ 6 നേരം വയറു നിറയെ കഴിച്ചു മടുത്ത ആളാ ഞാൻ.
ഇന്നിപ്പോ ഇവിടെ നിൽക്കുന്നത് 2 ദിവസം ആഹാരം കഴിക്കാതെയാ. ജയന്തി, ആന്റി വിശ്വസിക്കില്ല, പക്ഷെ അതാണ് സത്യം. ആന്റി ഒരു കല്യാണം കഴിപ്പിച്ചു തന്നതോടെ രാജുവിന്റെ ജോലി പോയി. കക്ഷി അതിന്റെ വിഷമത്തില് വീട്ടിൽ കയറാൻ നടപ്പാ. പണ്ടേ കുടുംബം ഇല്ലാത്ത ആളല്ലേ. ഇപ്പോതാ ഇഷ്ടമില്ലാത്ത കല്യാണവും. എല്ലാം കൊണ്ടും ആത്മഹത്യയുടെ വക്കിലാ മനുഷ്യൻ. ജയന്തി, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ അറിയിക്കുന്നത്. എന്ത് കാരണം കൊണ്ടായാലും ആന്റി നടത്തിയ ഈ കല്യാണം കൊണ്ട് ദുരന്തങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എനിക്കും രാജീവിനും. ഇനി ആന്റി തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. പറയൂ, എന്റെ പഷ്ണി മാറാനും രാജീവ് ആത്മഹത്യ ചെയ്യാതിരിക്കാനും ആന്റിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? പറ ആന്റി, പറ. രാജീവിനെ ജോലിന്ന് പിരിച്ചുവിട്ടില്ലേ? അവനിപ്പോ ഒരു വരുമാനവും ഇല്ല. ജയന്തിയെ കുറിച്ച് ചേച്ചിക്ക് അറിയാലോ. വിശന്ന അവക്ക് ഭ്രാന്ത. എന്നെ വിളിച്ച് പട്ടിണിയാണെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞപ്പോ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഏതായാലും അവൾ എന്റെ ആങ്ങളയുടെ മോളല്ലേ ചേച്ചി. ആ പാവം പട്ടിണി കിടക്കുന്നത് എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? അതാ കുറച്ച് അരിയും സാധനങ്ങളും കൊടുത്തയക്കാന്ന് വിചാരിച്ചത്. ഇതിനെ കൊടുത്തേക്കില്ലെന്നല്ല, മോഷണം എന്നാ പറയുന്നത്. അങ്ങനെ കൊടുത്തയക്കണമായിരുന്നെങ്കിൽ പകൽ സമയത്ത് എല്ലാരും കാണെ കൊടുത്തയക്കണമായിരുന്നു. അതെ, ഇളയമ്മയുടെ അനന്തരവൾക്കേ എന്തെങ്കിലും കൊടുത്തയക്കണമെങ്കിൽ ഈ രാത്രിയിലല്ല, നാളെ രാവിലെ കൊടുത്തയക്കണമായിരുന്നു. ഇപ്പമാരെ പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. കൊണ്ടുപോവാമാരെ. ഇതെല്ലാം എടുത്ത് അകത്ത് വയ്ക്കുക. ചേച്ചി, ചെയ്തതൊക്കെ തെറ്റാണെന്നറിയാം. ചേച്ചി എല്ലാം ക്ഷമിച്ച് രാജീവിന് ആ ജോലി തിരികെ കൊടുക്കണം, പ്ലീസ്. ശരി, നാളെ രാജീവിനോട് ആനന്ദിനെ വന്ന് കണ്ടിട്ട് ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറയും. താങ്ക്സ് ചേച്ചി. കല്യാണി, ഈ സമയത്ത് നീ എങ്ങനെ ഇവിടെ വന്നു? അത് മാഡം, ഗ്യാസ് ഓഫ് ചെയ്തെന്നൊരു സംശയം തോന്നി. അത് നോക്കിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ. എന്തു പറ്റി കല്യാണി? ഇത്ര കെയർലെസ് ആയിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, മനസ്സിലായോ? ഇനി ഉണ്ടാവില്ല മാഡം. ശരി, പൊയ്ക്കോ.
ഓളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെ ദുസ്വപ്നങ്ങളായിരുന്നു. വലിയൊന്നിന് ഒരാപത്തും വരുത്തല്ലേ ദേവി. ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കണേ. പ്രിയങ്കാമ്മയുടെയും വല്യുഞ്ഞുമായിട്ടുള്ള കല്യാണം ഒരു തടസ്സമില്ലാതെ നടക്കണേ. കാത്തോളിന് ദേവി. ആന്റി ആന്റി ആനന്ദിന്റെ പേരിൽ പൂജ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ, നമ്മളിപ്പോ വന്നതല്ലേ ഉള്ളൂ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുമില്ല. ദേ ഇത് നോക്കിയേ. ആന്റി ആനന്ദിന്റെ പേരിൽ പൂജ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ, നമ്മളിപ്പോ വന്നതല്ലേ ഉള്ളൂ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുമില്ല. ദേ ഇത് നോക്കിയേ. ആന്റി അല്ലെങ്കിൽ പിന്നെ ആനന്ദിന്റെ പേരിൽ ഈ പൂജ നടത്തുന്ന ആരാ? അറിയില്ല മോളെ, വാ നോക്കാം. സീതാലക്ഷ്മി രേവതി, ആനന്ദകൃഷ്ണൻ പൂരം. ആനന്ദകൃഷ്ണൻ പൂരം. ആനന്ദകൃഷ്ണൻ പൂരം. രാജേഷ് മകൈരം. തിരുമേനി, ആനന്ദകൃഷ്ണൻ പൂരം. ഹും.